എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ സിലബസ് അനുസരിച്ച് തിയറി പോർഷൻസ് പഠിക്കുന്നതിനോടൊപ്പം അത്ര തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം MCQs നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക എന്നുള്ളത്. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിലൂടെ നമുക്കിപ്പം നമ്മൾ സിലബസിൽ ഒരു തിയറി പോർഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, എങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇത് 2017 അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? നമ്മൾ ചെറിയ ക്ലാസ്സിലോട്ടേ പഠിക്കുന്നതാണ് ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം. ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ, ബി നോർമൻ ഇ ബോർലോഗ്, ദെൻ TH മോർഗൻ, ദെൻ പീറ്റർ ഡെക്രിസെൻസി. ഇവരിൽ ആരാണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കിയേ, ഓപ്ഷൻസ് നോക്കിയേ. ആൻസർ എന്താണ്? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് നോർമൻ ഇ ബോർലോഗ്. നോർമൻ ഇ ബോർലോഗ് ആണ് ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരുടെയെങ്കിലും മനസ്സിലേക്ക് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നുള്ള ഓപ്ഷൻ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ അങ്ങനെ ചോദിക്കുകയാണ് എങ്കിലാണ് നമ്മൾ എന്ത് ഓപ്റ്റ് ചെയ്യേണ്ടത്? ഡോക്ടർ MS സ്വാമിനാഥൻ ഓപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ സിമ്പിൾ ആയിട്ട് ഇപ്പം ഹു ഇസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ നോർമൻ ഇ ബോർലോഗ് ആണ് ആൻസർ. ഓക്കെ, ഇനി ബാക്കി ഓപ്ഷൻസ് ജസ്റ്റ് നോക്കിയേ. TH മോർഗൻ. TH മോർഗൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട ടേമാണ് ലിങ്കേജ് എന്നത്. അപ്പം നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ് പഠിക്കുമ്പോൾ അതിനകത്ത് ജീൻ, ജെനറ്റിക്സ്, ലിങ്കേജ് അങ്ങനെ കുറേ അധികം ടേംസ് പഠിക്കും. അതെന്താണെന്നും അത് ഓരോ ടേമും കോയിൻ ചെയ്തത് ആരാണെന്നും അങ്ങനെയൊക്കെ പഠിക്കും. അപ്പം TH മോർഗൻ ആണ് ലിങ്കേജ് എന്ന ടേം കോയിൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് പീറ്റർ ഡെക്രിസെൻസി. പീറ്റർ ഡെക്രിസെൻസി അദ്ദേഹം ഫാദർ ഓഫ് അഗ്രോണമിയാണ്. അപ്പം നമ്മൾ സിലബസിൽ വളരെ വിശാലമായിട്ടുള്ള തന്നെ ഒരു ഏരിയ ഉണ്ട് ക്രോപ്പ് പ്രൊഡക്ഷനിൽ, അഗ്രോണമി എന്ന് പറയുന്നത്. അപ്പം അഗ്രോണമി എന്ന ശാസ്ത്രശാഖ, ഫീൽഡ് ക്രോപ്സിനെ പറ്റി പഠിക്കുന്ന അഗ്രോണമി എന്ന ശാസ്ത്രശാഖ യുടെ പിതാവാണ് ആരെന്ന് പറയുന്നത്? പീറ്റർ ഡെക്രിസെൻസി. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തു. നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? ഹു ഇസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ആൻസർ ഈസ് നോർമൻ ഇ ബോർലോഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു ക്വസ്റ്റൻ എടുക്കുമ്പോഴും നമ്മൾ ക്വസ്റ്റൻ വായിക്കുന്നു, ആൻസർ നോക്കുന്നു എന്നത് പുറമെ ബാക്കി ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, എന്തെങ്കിലും നമുക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നിങ്ങളൊരു സൈഡിൽ കൂടി ഒരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള ഓപ്ഷൻസിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു ഷോർട്ട് നോട്ട് നമ്മുടെ കൈ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഈസ് വിച്ച് വൺ ഇസ് ദ ടൈപ്പ് ഓഫ് ട്രെയിനിങ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് ട്രെയിനിങ് മെത്തേഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നമുക്ക് ആദ്യം നോക്കാം. പിഞ്ചിങ്, ഹെഡിങ് ബാക്ക്, ഡിസ്ബഡിങ്, ഓപ്പൺ സെന്റർ. അപ്പൊ നമുക്ക് ഹോർട്ടിക്കൾച്ചറിൽ ഓർച്ചാർഡ് മാനേജ്മെന്റ് എന്താണ്? ഓർച്ചാർഡ്, അതിന്റെ സൈറ്റ് സെലക്ഷൻ, ഓർച്ചാർഡിലെ മാനേജ്മെന്റ് പ്രാക്ടീസസ്, അങ്ങനെ ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ഓർച്ചാർഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രെയിനിങ് ആൻഡ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൂണിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ട്രെയിനിങ് മെത്തേഡ് എന്നുള്ളതാണ്. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഇസ് ഓപ്പൺ സെന്റർ. ഓപ്പൺ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രെയിനിങ് മെത്തേഡാണ്. ബാക്കിയെല്ലാം എന്താണ്? പിഞ്ചിങ്, ഹെഡിങ് ബാക്ക്, ഡിസ്ബഡിങ്, ഈ പറയുന്ന 3 കാര്യങ്ങളും പ്രൂണിങ് മെത്തേഡ്സ് ആണ്. എന്താണ്? പ്രൂണിങ് മെത്തേഡ്സ് ആണ്. നമുക്ക് ജസ്റ്റ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഹെഡിങ് ബാക്ക് എന്ന് പറയുന്നത് 3 വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊക്കെ അറിയാവുന്ന പ്രോസസ്സാണ്. വളരെ സിമ്പിൾ പ്രൂണിങ് മെത്തേഡ്സ് ആണ്. ഹെഡിങ് ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? റിമൂവൽ ഓഫ് ടെർമിനൽ പോർഷൻ ഓഫ് ദ ഷൂട്ട്സ്, ബ്രാഞ്ചസ് ഓർ ലിംബ് ലീവിങ് ഇറ്റ്സ് ബേസൽ പോർഷൻ ഇൻടാക്ട്. നമ്മൾ ബേസൽ പോർഷൻ നിർത്തിക്കൊണ്ട് ടെർമിനൽ പോർഷൻസിനെ ഹെഡ് ബാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പ്രോസസ് ആണെങ്കിൽ പ്രൂണിങ് മെത്തേഡാണ് എന്ന് പറയുന്നത് ഹെഡിങ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പിഞ്ചിങ്. പിഞ്ചിങ് എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ടെർമിനൽ ഗ്രോയിങ് പോയിന്റ് ഇൻ ഹെർബേഷ്യസ് പ്ലാന്റ് സോ ആസ് ടു ഇൻഡ്യൂസ് മോർ ലാറ്ററൽസ് ഓർ സൈഡ് ഷൂട്ട്സ് പ്രൊഡക്ഷൻ. അപ്പം കാർണേഷൻ, ക്രൈസാന്തിമം അങ്ങനെയുള്ള ഹെർബേഷ്യസ് പ്ലാന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെർമിനൽ പോർഷൻസിനെ, ഗ്രോയിങ് പോയിന്റിനെ
റിമൂവ് ചെയ്യുന്നത്, അതായത് ജസ്റ്റ് ഇങ്ങനെ പിഞ്ച് ചെയ്യുന്നത്, നുള്ളിക്കളയുന്നതിനാണ് നമ്മൾ പിഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? കൂടുതൽ ലാറ്ററൽസ് അല്ലെങ്കിൽ സൈഡ് ഷൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അടുത്തൊരു പ്രൂണിങ് മെത്തേഡാണ് ഡിസ്ബഡിങ്. ഡിസ്ബഡിങ് ആ പേരിൽ തന്നെയുണ്ട്, ഡിസ്ബഡിങ്. ദാറ്റ് മീൻസ് റിമൂവൽ ഓഫ് ബഡ്സ്, റിമൂവിങ് അൺവാണ്ടഡ് ഫ്ലവർ ബഡ്സ് ഇൻ എ ക്ലസ്റ്റർ so as to encourage the remaining buds to develop into large, showy and quality bloom. ഓക്കെ, അതാണ് എന്ന് പറയുന്നത് ഡിസ്ബഡിങ്. ഏതൊക്കെ ക്രോപ്സിലാണ് കോമൺ ആയിട്ട് ചെയ്യുന്നത്? റോസ്, മാരിഗോൾഡ്, സീനിയ, അങ്ങനെയുള്ള ഓർണമെന്റൽ ക്രോപ്സിലൊക്കെ നമ്മൾ ഡിസ്ബഡിങ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു: പിഞ്ചിങ്, ഹെഡിങ് ബാക്ക്, ഡിസ്ബഡിങ്, ഓപ്പൺ സെന്റർ. ഇതിൽ ഏതാണ് ട്രെയിനിങ് മെത്തേഡ്? ട്രെയിനിങ് മെത്തേഡ് ഏതാണ്? ഓപ്പൺ സെന്റർ ആണ് ട്രെയിനിങ് മെത്തേഡ്, ബാക്കിയെല്ലാം പ്രൂണിങ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ കസ്തൂരി മഞ്ഞൾ യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസ്? കസ്തൂരി മഞ്ഞളിന്റെ ഏത് പാർട്ടാണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ട്യൂബർ, റൂട്ട്, റൈസോം, ലീവ്സ്. ഏത് പാർട്ടാണ് കസ്തൂരി മഞ്ഞളിന്റെ ഏത് പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആൻസർ ഇസ് റൈസോം. റൈസോം ആണ് നമ്മൾ കസ്തൂരി മഞ്ഞളിന്റെ മെഡിസിനൽ പർപ്പസിനായി യൂസ് ചെയ്യുന്ന പോർഷൻ. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ ട്യൂബർ, റൂട്ട് അതുമായിട്ടൊന്നും കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റൈസോം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് an agricultural practice in which same crop is cultivated year after year. സെയിം ക്രോപ്പ്, ഒരു സെയിം ക്രോപ്പ് തന്നെ നമ്മൾ ഇയർ ആഫ്റ്റർ ഇയർ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സ്ട്രിപ്പ് ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ, ഹോംസ്റ്റെഡ് ഫാമിംഗ്, മോണോക്രോപ്പിംഗ്. ഇതിലേതാണ്? നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ഒന്ന് ജസ്റ്റ് നോക്കിയേ. ആൻസർ ഇസ് മോണോക്രോപ്പിംഗ്. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട് മോണോക്രോപ്പിംഗ്, അതായത് ഒരു ക്രോപ്പ് തന്നെ, സെയിം ക്രോപ്പ് തന്നെ നമ്മൾ ഇയർ ആഫ്റ്റർ ഇയർ കൾട്ടിവേറ്റ് ചെയ്തതിനെ പറയുന്ന രീതിയാണ് എന്ന് പറയുന്നത് മോണോക്രോപ്പിംഗ്. ഓക്കെ, അപ്പൊ ആ പേരിൽ തന്നെയുണ്ട്, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ബാക്കി ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് സ്ട്രിപ്പ് ക്രോപ്പിംഗ്. സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതും ആ പേരിൽ തന്നെയുണ്ട്, നമ്മൾ സ്ലോപ്പി ആയിട്ടുള്ള ഏരിയാസിനെ സ്ട്രിപ്സ് ആയിട്ട് തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോയിൽ കൺസർവേഷൻ മെത്തേഡ് കൂടിയാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ്, ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയനെ സ്ട്രിപ്സ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുന്ന രീതി, ദാറ്റ് സ്ട്രിപ്പ് ക്രോപ്പിംഗ്. നെക്സ്റ്റ് ഇസ് ക്രോപ്പ് റൊട്ടേഷൻ. അത് എല്ലാവരും കേട്ടിട്ടുള്ള ടേമാണ് ക്രോപ്പ് റൊട്ടേഷൻ. അതായത് ക്രോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് ഒരു പീസ് ഓഫ് ലാൻഡിൽ നമ്മൾ ഇപ്പൊ ഈ ഒരു സീസണിൽ നമ്മൾ റൈസ് കൃഷി ചെയ്യണം, അടുത്ത സീസണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പയർ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത സീസണിൽ വീണ്ടും റൈസ് കൃഷി ചെയ്യുന്നു. അപ്പോൾ ഒരു സീസൺ കഴിഞ്ഞിട്ട് അതേ ഏരിയയിൽ നമ്മൾ ക്രോപ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഹോംസ്റ്റെഡ് ഫാമിംഗ്. അതായത് എന്താ, നമ്മുടെ വീട്ടുവളപ്പിലെ കൃഷി, ഹോംസ്റ്റെഡ് ഫാമിംഗ്. ഓക്കെ, അപ്പൊ ഈ 4 ഓപ്ഷൻസ് ആണ്. ഇതിനകത്ത് ഏതാണ്? മോണോക്രോപ്പിംഗ് ആണ്, സെയിം ക്രോപ്പ് ഇയർ ആഫ്റ്റർ ഇയർ കൾട്ടിവേറ്റ് ചെയ്യുന്ന കൃഷി രീതി. ഓക്കെ, next question, how many Nendran banana suckers needed to cultivate 1 acre area of land? 1 ഏക്കർ ഏരിയയിൽ നമുക്ക് വാഴ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നേന്ത്രൻ ബനാന സക്കേഴ്സ്, നേന്ത്രൻ വാഴക്കന്നുകൾ വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കിപ്പോൾ ഓരോ ഏരിയയിലേക്കും വേണ്ടതിന് ഇങ്ങനെ നമുക്ക് കണ പഠിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പ്ലാൻ പോപ്പുലേഷനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ തന്നിട്ടുണ്ടായിരിക്കും, അതൊരു ഹെക്ടറോ ഒരു ഏക്കറോ അല്ലെങ്കിൽ ഒരു സെന്റോ, അത്രയും ഏരിയയിൽ നമ്മൾ ഏതൊരു ക്രോപ്പാണ് കൃഷി ചെയ്യുന്നത്, അതിൻ്റെ എത്ര പ്ലാന്റ് ആ ഏരിയയിൽ കാണും, അതിൻ്റെ പ്ലാന്റിങ് മെറ്റീരിയൽ വേണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താന്ന് നോക്കാം. ദറ്റ് ഈസ് പ്ലാന്റ് പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് ഇൻ മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നമുക്ക് ഏരിയ അറിഞ്ഞിരിക്കണം, സ്പേസിങ്, അതായത് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്ന ക്രോപ്പിന്റെ ഇടയകലം, സ്പേസിങ് അറിഞ്ഞിരിക്കണം, മീറ്റർ സ്ക്വയറിലും ആയിരിക്കണം. അതായത് മീറ്റർ സ്ക്വയറിലുള്ള ഏരിയയും സ്പേസിങ്ങും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എത്ര പ്ലാന്റ് പോപ്പുലേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏരിയയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പല തരത്തിലാണ് ഏരിയയെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു സെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇത്ര ഏക്കർ, അല്ലെങ്കിൽ ഇത്ര ഹെക്ടർ ആണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് കിട്ടുന്നു, ഇതിനെയൊക്കെ സെന്റിനെയും ഏക്കറിനെയും ഹെക്ടറിനെയും ഒക്കെ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഏരിയ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ കാര്യം നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് ഒരു സെന്റ് എന്ന് പറയുന്നത് എത്ര മീറ്റർ സ്ക്വയർ ആണ്? 40 മീറ്റർ സ്ക്വയർ ആണ് ഒരു സെന്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ഏക്കർ എന്ന് പറയുന്നത് എത്ര സെന്റ് ആണ്? 100 സെന്റ് ആണ് ഒരു ഏക്കർ എന്ന് പറയുന്നത്. അപ്പൊ 100 സെന്റ് എന്ന് പറയുമ്പോൾ ഒരു സെന്റ് 40 മീറ്റർ സ്ക്വയർ, അപ്പൊ 100 സെന്റ് എന്ന് പറയുമ്പോൾ 4000 മീറ്റർ സ്ക്വയർ. ഓക്കെ,
അതുപോലെ തന്നെ 1 ഹെക്ടർ എന്ന് പറയുന്നത് 2.5 ഏക്കറാണ്. 2.5 ഏക്കർ എന്ന് പറയുമ്പോൾ അത് 250 സെന്റ്. 250 സെന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 10,000 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 1 ഹെക്ടർ എന്ന് പറയുന്നത് 10,000 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ കൺവേർഷൻ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പം നമ്മുടെ ഇക്വേഷനുള്ള ഏരിയ നമ്മൾ അറിയുന്നു. നെക്സ്റ്റ് സ്പേസിങ്, അത് നമുക്ക് ഏത് ക്രോപ്പാണോ ഉള്ളത് ആ ക്രോപ്പിൻ്റെ ഒപ്പം നമ്മൾ പഠിക്കുന്ന ക്രോപ്സിൻ്റെ ഒക്കെ സ്പേസിങ്, ഇടയകലം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ അത് ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഏരിയ ഉണ്ട്, ഏരിയയുടെ കൺവേർഷൻ സ്പേസിങ് ഇൻ മീറ്റർ സ്ക്വയർ ആക്കുക. ഓക്കെ, സോ സ്പേസിങ് മീറ്റർ ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? നേന്ത്രൻ ബനാന സക്കേഴ്സ് ഒരു ഏരിയയിലേക്ക്. അപ്പം നമുക്ക് ഏരിയ കിട്ടി. എത്രയാണ്? സോറി, ഒരു ഏരിയയിലെ 1 ഏക്കർ. 1 ഏക്കറിലേക്കുള്ള നേന്ത്രൻ ബനാന സക്കേഴ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, നമുക്ക് എന്തുണ്ട്? നേന്ത്രൻ എന്ന് പറയുന്ന ക്രോപ്പിന്റെ സ്പേസിംഗ് നമുക്ക് ഇവിടെ അറിയേണ്ടത്. അപ്പം നേന്ത്രൻ വാഴയുടെ സ്പേസിംഗ് എത്രയാണ്? 2/2 മീറ്റർ. 2/2 മീറ്റർ ആണ് നേന്ത്രന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏരിയ കിട്ടി, സോറി സ്പേസിംഗ് കിട്ടി. നമുക്ക് ഇനി എന്താണ് വേണ്ടത്? ഏരിയ ആണ് വേണ്ടത്. ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 1 ഏക്കർ. 1 ഏക്കർ എന്ന് പറയുന്നത് 100 സെന്റ്, 100 സെന്റ് ആണ്. ദാറ്റ് ഈസ് 4000 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബനാന സക്കേഴ്സ് നീഡഡ്, അതായത് നമുക്ക് ഏരിയ ബൈ സ്പേസിംഗ് ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഏരിയ എന്ന് പറയുന്നത് 4000, 4000 ഡിവൈഡഡ് ബൈ സ്പേസിംഗ് 2/2, ദാറ്റ് ഈസ് 4. 4000 ബൈ 4 ദാറ്റ് ഈസ് എന്താണ്? 1000 ആണ് ആൻസർ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 1000. അപ്പം 1 ഏക്കറിലേക്ക് നമുക്ക് 1000 വാഴക്കന്നുകൾ, നേന്ത്രന്റെ 1000 വാഴക്കന്നുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതുപോലെ വേറൊരു ക്രോപ്പും വേറൊരു ഏരിയയുമാണ് തരുന്നതെങ്കിൽ ഇനി എല്ലാവർക്കും ചെയ്യാൻ അറിയാലോ, ഏത് ഇക്വേഷൻ ആണ്? ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് ഇൻ മീറ്റർ. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആണ്. നമുക്കിത് പല എക്സാംസിനും ഇത്തരത്തിൽ ചോദിച്ച് കാണാറുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോൾഡൻ യെല്ലോ കളർ ടാഗ് ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ്. അപ്പം നമ്മൾ കുറേയധികം ക്ലാസ്സസ് ഓഫ് സീഡ്സ് പഠിക്കും. അപ്പം ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് സീഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കളർ ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് ക്ലാസ്സസ് ഓഫ് സീഡ് ഈ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്? അതായത് ആ ഓർഡറിൽ നമ്മൾ ക്ലാസ്സസ് ഓഫ് സീഡ്സിൻ്റെ ഓർഡറിൽ പറയുകയാണെങ്കിൽ ബ്രീഡർ സീഡ്, ഫൗണ്ടേഷൻ സീഡ്, രജിസ്റ്റേർഡ് സീഡ് ആൻഡ് സർട്ടിഫൈഡ് സീഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഗോൾഡൻ യെല്ലോ കളർ ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ്. അപ്പൊ ഗോൾഡൻ യെല്ലോ കളർ ടാഗ് ഈ ക്ലാസസ് ഓഫ് സീഡ്സിൽ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ അതിന്റെ ഓർഡർ പറഞ്ഞു. ഏറ്റവും ആദ്യം ബ്രീഡർ സീഡ്, നമ്മുടെ ഇനീഷ്യൽ ഹാൻഡ് ഫുൾ ഓഫ് സീഡ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ബ്രീഡറിന്റെ കയ്യിലുള്ള ഫസ്റ്റ് സെറ്റ് സീഡിനാണ് ബ്രീഡർ സീഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഫൗണ്ടേഷൻ സീഡ് കഴിഞ്ഞ് രജിസ്റ്റേർഡ് സീഡ് കഴിഞ്ഞിട്ട് സർട്ടിഫൈഡ് സീഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും കളർ ടാഗ് അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം പല എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് ഏതെങ്കിലും ഒരു ക്ലാസ് ഓഫ് സീഡിന്റെ ടാഗ് കളർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന ക്ലാസ് ഓഫ് സീഡിന്റെ ടാഗ് കളർ ഏതാണെന്നുള്ളത് തിരിച്ചു ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. ഗോൾഡൻ യെല്ലോ കളർ ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഏതാണ്? ബ്രീഡർ സീഡിനെയാണ് നമ്മൾ ഗോൾഡൻ യെല്ലോ കളർ വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതിന്റെ കളേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഫൗണ്ടേഷൻ സീഡ് ആണെങ്കിൽ വൈറ്റ് ആയിരിക്കും ടാഗ് കളർ. ദെൻ സർട്ടിഫൈഡ് സീഡ് ആണെങ്കിൽ ബ്ലൂ ആയിരിക്കും, അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അസർ ബ്ലൂ ആയിരിക്കും. ദെൻ രജിസ്റ്റേർഡ് സീഡ് ആണെങ്കിൽ പർപ്പിൾ ടാഗ് കളർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്ലാസ് ഓഫ് സീഡിന്റെയും ടാഗ് കളർ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അത് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ഇതിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് സ്റ്റഡി ഓഫ് ഗ്രാസസ് ഈസ് കോൾഡ് എന്താണ് സ്റ്റഡി ഓഫ് ഗ്രാസ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എ അഗ്രോണമി, ദെൻ ബി ഹോർട്ടിക്കൾച്ചർ, അഗ്രോ ഫോറസ്ട്രി ആൻഡ് അഗ്രോസ്റ്റോളജി. ഓക്കെ, നമ്മൾ ഓരോ ഓപ്ഷൻസ് നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ എന്താണ് സ്റ്റഡി ഓഫ് ഗ്രാസസ്? ഇതിനകത്ത് ഏതായിരിക്കും? സ്റ്റഡി ഓഫ് ഗ്രാസസ് ഇസ് ദാറ്റ് ഇസ് അഗ്രോസ്റ്റോളജി. എന്താണ്? അഗ്രോസ്റ്റോളജി ആണ് സ്റ്റഡി ഓഫ് ഗ്രാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? അഗ്രോണമി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫീൽഡ് ക്രോപ്സിനെ പറ്റി പഠിക്കുന്നത് നമുക്ക് സിലബസിൽ ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെയുണ്ട്. നെക്സ്റ്റ് ഇസ് ഹോർട്ടിക്കൾച്ചർ നമുക്കറിയാം. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഗാർഡൻ ക്രോപ്സ്, ഫ്ലവർ ക്രോപ്സ്, സ്പൈസസ്, വെജിറ്റബിൾസ്, മെഡിസിനൽ പ്ലാന്റ്സ്, ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് എന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ക്രോപ്സ് അലോങ് വിത്ത് ഫോറസ്റ്റ് ക്രോപ്സ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഗ്രോ ഫോറസ്ട്രി. ആ പേരിൽ തന്നെയുണ്ട് അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത്.
ഫ്രൂട്ട് ക്രോപ്സ് അല്ലെങ്കിൽ ബാക്കി അഗ്രികൾച്ചറൽ ക്രോപ്സും അലോങ് വിത്ത് ഫോറസ്റ്റ് ക്രോപ്സും കൂടെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് ആ ഒരു കൃഷി രീതിയാണ് എന്ന് പറയുന്നത് അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റഡി ഓഫ് ഗ്രാസസ്. ഗ്രാസസിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ദാറ്റ് ഇസ് അഗ്രോസ്റ്റോളജി. അഗ്രോസ്റ്റോളജിയാണ് ഗ്രാസസിനെ പറ്റിയുള്ള സ്റ്റഡി. ഓക്കെ, അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇസ് റൈസ് ബോൾ ഓഫ് കേരള. നമ്മൾ പണ്ട് തൊട്ടേ ജനറൽ നോളജ് ആയിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസിനും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈസ് ബോൾ. പല എക്സാംസിനും കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈസ് ബോൾ ഓഫ് കേരള. ഏതാണ് റൈസ് ബോൾ ഓഫ് കേരള? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. പട്ടാമ്പി, കുട്ടനാട്, കായംകുളം, മണ്ണുത്തി. ആർക്കും തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവില്ല റൈസ് ബോൾ ഓഫ് കേരള ഏതാണെന്നുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ ഇസ് കുട്ടനാട്. കുട്ടനാടാണ് റൈസ് ബോൾ ഓഫ് കേരള. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇസ് വെൽ നോൺ സ്പീഷീസ് ഓഫ് യൂഡ്രിലസ് യൂജീന ഈസ് യൂസ്ഡ് ഫോർ. അപ്പൊ യൂഡ്രിലസ് യൂജീന എന്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ബയോ കൺട്രോൾ ഓഫ് സാൽവീനിയ, വെർമി കമ്പോസ്റ്റിംഗ്, എപ്പിക്കൾച്ചർ ആൻഡ് സെറികൾച്ചർ. അപ്പൊ എന്താണ് യൂഡ്രിലസ് യൂജീന എന്ന് അറിഞ്ഞിരിക്കണം. അതെന്താണ്? യൂഡ്രിലസ് യൂജീന എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മണ്ണിരയുടെ സ്പീഷീസ് ആണ്. മണ്ണിരയുടെ സ്പീഷീസ് ആണ് എന്ന് പറയുന്നത് യൂഡ്രിലസ് യുജീന. അപ്പൊ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഏതിനു വേണ്ടിയിട്ടായിരിക്കും അത് യൂസ് ചെയ്യുന്നത്? മണ്ണിരയെ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻസിൽ? ബയോ കൺട്രോൾ ഓഫ് സാൽവീനി ആണോ, വെർമി കമ്പോസ്റ്റിംഗ്, എപ്പിക്കൾച്ചർ, സെറികൾച്ചർ? സോ ആൻസർ ഇസ്, എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ദാറ്റ് ഇസ് വെർമി കമ്പോസ്റ്റിംഗ്. മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് വെർമി കമ്പോസ്റ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള എർത്ത് വോമിന്റെ സ്പീഷീസ് ആണ് എന്ന് പറയുന്നത് യൂഡ്രിലസ് യുജീന. ഇതും പല എക്സാംസിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ഡയറക്റ്റ് രീതിയിലല്ല എങ്കിൽ നേരെ തിരിച്ചായിരിക്കും ചോദിക്കുന്നത്. എങ്ങനെയാ? വെർമി കമ്പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള എർത്ത് വേമിന്റെ സ്പീഷീസ് ഏതെന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിരിക്കും? യൂഡ്രിലസ് യുജീന. അപ്പൊ യൂഡ്രിലസ് യുജീനയാണ് വെർമി കമ്പോസ്റ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന എർത്ത് വേം എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാപ്പനീസ് ആർട്ട് ഫോം യൂസിങ് മിനിയേച്ചർ ട്രീസ് ഗ്രോൺ ഇൻ കണ്ടെയ്നേഴ്സ്. അതെന്താണെന്നാണ്. അതായത് മിനിയേച്ചർ ട്രീസ് ഗ്രോൺ ഇൻ കണ്ടെയ്നേഴ്സ്, അത് ഏത് ജാപ്പനീസ് ആർട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജാപ്പനീസ് ആർട്ട് ഫോം യൂസിങ് മിനിയേച്ചർ ട്രീസ് ഗ്രോൺ ഇൻ കണ്ടെയ്നേഴ്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇക്കിബാന, മൊറിബാന, നഗെയർ, ബോൺസായി. ഇതിലേതാണ് ജാപ്പനീസ് ആർട്ട് ഫോം യൂസിങ് മിനിയേച്ചർ ട്രീസ് ഗ്രോൺ ഇൻ കണ്ടെയ്നേഴ്സ്? അപ്പൊ എന്താണ് ആ ജാപ്പനീസ് ആർട്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലുള്ള 4 കാര്യങ്ങളും കൈൻഡ് ഓഫ് എന്താണ്? ജാപ്പനീസ് ആർട്ട് ആണ്, അല്ലെങ്കിൽ ജാപ്പനീസിലുള്ള ഫ്ലവർ അറേഞ്ച്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് എന്താണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഏതാണ് ജാപ്പനീസ് ആർട്ട് ഫോം യൂസിങ് മിനിയേച്ചർ ട്രീസ് ഗ്രോൺ ഇൻ കണ്ടെയ്നേഴ്സ്? ദാറ്റ് ഇസ്, നമുക്ക് ഓപ്ഷൻ എന്താ, ആൻസർ എന്താന്ന് നോക്കാം. ആൻസർ ഇസ് ബോൺസായി. ബോൺസായി ആണ് ആൻസർ. അപ്പൊ എന്താണ് ബോൺസായി എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു പിക്ചറിൽ നിന്ന് ക്ലിയർ ആണ്. എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. അതായത് മിനിയേച്ചർ ട്രീസ് ഗ്രോൺ ഇൻ കണ്ടെയ്നേഴ്സ്. ആ രീതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബോൺസായി എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഇക്കിബാന, മൊറിബാന ആൻഡ് നഗിയർ. ഇത് മൂന്നും തന്നെയും എന്താണ്? ഫ്ലവർ അറേഞ്ച്മെന്റ് ആണ്. ജാപ്പനീസ് ഫ്ലവർ അറേഞ്ച്മെന്റ് ആണ്. നമുക്ക് ഹോർട്ടിക്കൾച്ചറിൽ ഫ്ലോറിക്കൾച്ചർ ഏരിയയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഫ്ലവർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യൂഷ്വലി നമ്മൾ മത്സരങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഇവന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഫ്ലവർ അറേഞ്ച്മെന്റ്. അപ്പൊ നമുക്ക് അതിന് പലതരത്തിലുള്ള സ്റ്റൈൽസ് ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഫ്രീ സ്റ്റൈല്, വെസ്റ്റേൺ സ്റ്റൈല്, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അതിനകത്തുള്ള ഒരു രീതിയാണ് ജാപ്പനീസ് ഫ്ലവർ അറേഞ്ച്മെന്റ്. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റ്സ് ജാപ്പനീസ് അറേഞ്ച്മെന്റ്സ് ആണ് ബാക്കി ഓപ്ഷൻസ് ഇക്കിബാന, മൊറിബാന, നഗിയർ എന്നൊക്കെ പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് അതിന്റെ പിക്ചേഴ്സ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇത് പലതരത്തിലുള്ള ജാപ്പനീസ് നമ്മൾ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന മൊറിബാന, ഇക്കിബാന പോലുള്ള ജാപ്പനീസ് സ്റ്റൈൽസ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അനന്തൻ ഈസ് എ. അനന്തൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ്? ഓപ്ഷൻ എ ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റി ഓഫ് റൈസ്, ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റി ഓഫ് ഓയിസ്റ്റർ മഷ്റൂം, ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റി ഓഫ് ബ്രിഞ്ചോൾ, ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റി ഓഫ് ചില്ലി. ഇവയിൽ ഏതാണ് അനന്തൻ എന്ന് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഇസ് ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റി ഓഫ് ഓയിസ്റ്റർ മഷ്റൂം. ഓയിസ്റ്റർ മഷ്റൂമിന്റെ ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റിയാണ് അനന്തൻ എന്ന് പറയുന്നത്. ഇതും മുന്നേ വേറെ എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മഷ്റൂം കൾട്ടിവേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ പഠിക്കാം. നമുക്കപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്രോപ്സ് നമുക്ക് ഹോർട്ടിക്കൾച്ചറിലാണെങ്കിലും അഗ്രോണമി ഫീൽഡ് ക്രോപ്സിലൊക്കെ ആണെങ്കിലും
ഒത്തിരിയധികം ക്രോപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെറൈറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാംസിനും പല ക്രോപ്സിൻ്റെയും വെറൈറ്റീസ് ചോദിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ അവിടെ വെറൈറ്റീസ് പഠിക്കാനായിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാനേ ഉള്ളൂ. നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ നമുക്ക് വെറൈറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെറൈറ്റീസ് പഠിക്കുമ്പം എന്തെങ്കിലും സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഉള്ള, ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിനിൽ തന്നെ ഉണ്ടല്ലോ ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റി അല്ലെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റി ഓഫ് റൈസ്. ഇപ്പം ബ്രിഞ്ചോള്, ചില്ലി അങ്ങനെയുള്ള ക്രോപ്സിൽ ബാക്ടീരിയൽ വിൽറ്റ്, അതായത് ബാക്ടീരിയൽ വാട്ടത്തിനെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ. അപ്പം അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, വെറൈറ്റീസ് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുതാത്തൊരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. വെറൈറ്റീസ് ഏതൊരു ഗ്രൂപ്പ് പഠിക്കുമ്പോഴും അതിന്റെ വെറൈറ്റീസ് നമ്മൾ അപ്പം തന്നെ പഠിച്ചു പോകുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടെട്രാ ടെർപിനോയിഡ് കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ദ നീം ട്രീ. നീം ട്രീയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടെട്രാ ടെർപിനോയിഡ് കോമ്പൗണ്ട് ഏതുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് റോട്ടിനോൺ, ദെൻ പൈറത്രിൻ, അസാഡിറക്റ്റിൻ, റാനിയ. ഇതിനകത്ത് ഏതാണ് നീം ട്രീയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടെട്രാ ടെർപിനോയിഡ്? അപ്പൊ ഇതിന്റെ ഓപ്ഷനിലേക്ക് പോകുന്നതിന്, ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ നീം ട്രീയുടെ സയന്റിഫിക് നെയിം എന്താണ്? നീം ട്രീയുടെ സയന്റിഫിക് നെയിം എന്താണെന്ന് അറിഞ്ഞിരിക്കും നമുക്ക് ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, നീമിന്റെ സയന്റിഫിക് നെയിം, അതായത് ആരി വേപ്പിന്റെ സയന്റിഫിക് നെയിം എന്താണ്? അസാ ഡിറക്റ്റ ഇൻഡിക്ക. അസാ ഡിറക്റ്റ ഇൻഡിക്ക എന്നാണ് വേപ്പിന്റെ സയന്റിഫിക് നെയിം. അപ്പൊ എന്താണ് അസാ ഡിറക്റ്റ ഇൻഡിക്ക എന്ന് കിട്ടുമ്പോൾ അതിൽ നിന്നുള്ള കോമ്പൗണ്ട് നമുക്ക് അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? അസാ ഡിറക്റ്റിൻ. അസാ ഡിറക്റ്റിൻ ആണ് ടെട്രാ ടെർപിനോയിഡ് കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ദ നീം ട്രീ. നീം ട്രീന്ന് കിട്ടുന്ന കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ സയന്റിഫിക് നെയിം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കോമ്പൗണ്ട് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മിഷേ ഗോളഡ്ജ്. മിഷേ ഗോളഡ്ജ് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ റബ്ബർ ടാപ്പിംഗ് നൈഫ്, ദെൻ റബ്ബർ റോളർ, ദെൻ റോട്ടവേറ്റർ, കോണോവീഡർ. പലതരത്തിലുള്ള ഇംപ്ലിമെന്റ്സ്, എക്യുപ്മെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്താണ് മിഷേ ഗോളഡ്ജ് എന്നുള്ളതാണ്. മിഷേ ഗോളഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഈസ് റബ്ബർ ടാപ്പിംഗ് നൈഫ്, അതായത് നമ്മൾ റബ്ബറിൽ നമ്മൾ ലാറ്റക്സ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു നൈഫാണ്, ഒരു കത്തിയാണ് എന്ന് പറയുന്നത് മിഷേ ഗോളഡ്ജ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, മിഷേ ഗോളഡ്ജ് വിച്ച് ഇസ് എ റബ്ബർ ടാപ്പിംഗ് നൈഫ്. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നതാണ് ഇത്തരത്തിലൊരു വി ഷേപ്പും ഒരു നോച്ചസ് ഉള്ള ഒരു ഇൻസേർഷനുള്ള ഒരു നൈഫിനെയാണ് നമ്മൾ മിഷേ ഗോളഡ്ജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റബ്ബറിന്റെ ബാർക്കിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ലാറ്റക്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മിഷേ ഗോളഡ്ജ് എന്ന് പറയുന്നത് ഒരു റബ്ബർ ടാപ്പിംഗ് നൈഫാണ്. റബ്ബർ ടാപ്പിംഗ് നൈഫാണ് എന്ന് പറയുന്നത് മിഷേ ഗോളഡ്ജ്. ഓക്കെ, അപ്പൊ ഇത് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, അതായത് നാറ്റാഡി കൊക്കോ ഇസ് ദ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഓഫ്. നാറ്റാഡി കൊക്കോ എന്ന് പറയുന്നത് ഏത് ക്രോപ്പിൽ നിന്നുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ. കൊക്കോ, ദെൻ കോക്കനട്ട്, ബനാന, പെപ്പർ. അപ്പൊ എന്തായിരിക്കും ആൻസർ എന്തായിരിക്കും? ആൻസർ ഇസ് കോക്കനട്ട്. കോക്കനട്ടിൽ നിന്നുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ് നാറ്റാഡി കൊക്കോ എന്ന് പറയുന്നത്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഓപ്ഷനിൽ എന്തുണ്ട്? കൊക്കോ ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കൊക്കോ ഓപ്റ്റ് ചെയ്യാൻ പാടില്ല. നാറ്റാഡി കൊക്കോ എന്ന് പറയുന്നത് കോക്കനട്ടിൽ നിന്നുള്ള ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഫോമൽ ഗാർഡൻ. ഫോമൽ ഗാർഡൻ ഉള്ള ഒരു എക്സാമ്പിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. മുഗൾ ഗാർഡൻ, ലാൽബാഗ് ഗാർഡൻ, ഊട്ടി ഗാർഡൻ, മലമ്പുഴ ഗാർഡൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. 4-ൽ ഏതാണ് ഫോമൽ ഗാർഡൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇത് അറിയുന്നതിന് മുന്നേ നമ്മൾ എന്തറിയണം? എന്താണ് ഫോമൽ ഗാർഡൻ, എന്താണ് ഇൻഫോമൽ ഗാർഡൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമ്മൾ ഫ്ലോറിക്കൾച്ചറിൽ ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ഗാർഡൻ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യമാണ് ഫോമൽ ഗാർഡൻ ആസ് വെൽ ആസ് ഇൻഫോമൽ ഗാർഡൻ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ ഈസ് എന്താണ്? മുഗൾ ഗാർഡൻ. മുഗൾ ഗാർഡൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫോമൽ ഗാർഡൻ, ഇൻഫോമൽ ഗാർഡൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ ഫോമൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഈ 2 പിക്ചർ നോക്കിയും, ഈ 2 പിക്ചറിലുള്ള ഗാർഡനിൽ നമ്മൾ ഇതിന്റെ നടുക്കൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. നീളത്തിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ 2 വശങ്ങളും, ഇരുവശങ്ങളിലും എന്താണ്? സെയിം കമ്പോണൻസ് ആണ്. അപ്പൊ ഈ ഒരു പിക്ചറിൽ കൂടെ നമ്മളിപ്പോൾ നടുക്കൂടെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടത് ഭാഗത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ എന്തുണ്ട്? വലത് ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സിമെട്രിക്കൽ ആയിട്ട് നമ്മൾ ഇതിനെ പറയുന്നതാണ് സിമെട്രി. സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ അല്ലെങ്കിൽ ഒരു ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ പോർഷൻ, 2 പോർഷൻസിലും സെയിം കമ്പോണൻസ്, അതായത് ഒരു സിമെട്രി കീപ്പ് ചെയ്തിട്ടുള്ള ഗാർഡൻ സ്റ്റൈൽസിനെയാണ് നമ്മൾ ഫോമൽ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പം ഫോമൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വേർഡ് ഓർക്കേണ്ടത്? സിമെട്രി. സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഗാർഡൻ സ്റ്റൈലാണ് ഫോമൽ ഗാർഡൻ.
ഡിഫറെന്റ് ഫോമൽ ഗാർഡൻസിന് എക്സാമ്പിൾ ആണ് മുഗൾ ഗാർഡൻ, പേർഷ്യൻ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, ഫ്രഞ്ച് ഗാർഡൻ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ക്വസ്റ്റനിൽ ഇപ്പൊ എന്തുണ്ടായിരുന്നു? മുഗൾ ഗാർഡൻ ഉണ്ടായിരുന്നു, ഫോമൽ ഗാർഡൻ എക്സാമ്പിൾ. ഓക്കെ, ഇനി ഇൻഫോർമൽ ഗാർഡൻ. അപ്പം ഫോമൽ ഗാർഡനിൽ എന്തുണ്ടായിരുന്നു? ഒരു സിമെട്രി ഉണ്ടായിരുന്നു. അപ്പൊ ഇൻഫോർമൽ ഗാർഡനിൽ എന്തില്ല? സിമെട്രി ഇല്ല. അതായത് അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഗാർഡൻ സ്റ്റൈലാണ് ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗാർഡൻ നോക്കി, ഇതിനകത്ത് നമുക്കൊരു സിമെട്രി കാണാൻ കഴിയത്തില്ല. അതായത് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഈക്വൽ പോർഷൻസിൽ അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല, ഈക്വൽ കമ്പോണൻസ് ആയിരിക്കില്ല. ഇൻഫോർമൽ ഗാർഡനിൽ ഇത്രയേ ഉള്ളൂ, സിമെട്രി ഉണ്ടാവില്ല. അസിമെട്രിക് ആയിട്ടുള്ള ഗാർഡൻ സ്റ്റൈലാണ് ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഗാർഡൻ എക്സാമ്പിൾസ് ആണ് ഫേമസ് ആയിട്ടുള്ള ജാപ്പനീസ് ഗാർഡൻ, ചൈനീസ് ഗാർഡൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് മുഗൾ ഗാർഡൻ എക്സാമ്പിൾ? സോറി, ഫോമൽ ഗാർഡൻ എക്സാമ്പിൾ ആയിരുന്നു മുഗൾ ഗാർഡൻ, പേർഷ്യൻ ഗാർഡൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച് ഗാർഡൻ ഒക്കെ. ദെൻ ഇൻഫോർമൽ ഗാർഡൻ എക്സാമ്പിൾ ആണ് ജാപ്പനീസ് ഗാർഡൻ, ചൈനീസ് ഗാർഡൻ ഒക്കെ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോയിൽലെസ് കൾട്ടിവേഷൻ. സോയിൽലെസ് കൾട്ടിവേഷൻ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ്, ഓപ്ഷൻ ബി അക്വാപോണിക്സ്, ഓപ്ഷൻ സി എയ്റോപോണിക്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിനകത്ത് ഏതാണ് എന്ന് പറയുന്നത് സോയിൽലെസ് കൾട്ടിവേഷൻ, അതായത് മണ്ണില്ലാ കൃഷി രീതി. അപ്പൊ നമുക്ക് കൃഷി ചെയ്യാൻ മണ്ണ് വേണമെന്നുണ്ടോ? മണ്ണില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള സോയിൽലെസ് കൾട്ടിവേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ആൻസർ നോക്കാം. നമുക്കിത് വളരെ അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ ടേംസ് ഒക്കെ തന്നെയും. ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. അതായത് ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, എയറോപോണിക്സ് ഇവയെല്ലാം തന്നെ എന്താണ്? സോയിൽലെസ് കൾട്ടിവേഷൻ, മണ്ണില്ല കൃഷി രീതികൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് ആൻഡ് എയറോപോണിക്സ് ഓൾ ആർ സോയിൽലെസ് കൾട്ടിവേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? അപ്പം ഈ 4 ഓപ്ഷൻസ് നമ്മുടെ കോക്കനട്ടിന്റെ തെങ്ങിന്റെ ഡിഫറെന്റ് ഹൈബ്രിഡ്സിന്റെ ക്രോസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡിഫറെന്റ് ഹൈബ്രിഡ്സ് കേരഗംഗ WC2 ഇൻറ്റു COD, ഓപ്ഷൻ ബി കേരശങ്കര WC2 ഇൻറ്റു ഗംഗബന്ധം, ഓപ്ഷൻ സി കേരശ്രീ WC2 ഇൻറ്റു മലയിൻ യെല്ലോ ഡോർഫ്, ഓപ്ഷൻ ഡി കേര സൗഭാഗ്യ WC2 ഇൻറ്റു ലക്ഷദ്വീപ് ഓർഡിനറി. ഇതിനകത്ത് ഏത് പേരാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് കേരശ്രീ. കേരശ്രീ എന്ന് പറയുന്നത് WC2, അതായത് വെസ്കോസ്റ്റോൾ ഇൻറ്റു MYD, മലയൻ യെല്ലോ ഡോർഫും. ഇപ്പൊ നമ്മുടെ POP എടുത്ത് നോക്കുകയാണെങ്കിൽ, പാക്കേജ് ഓഫ് പ്രാക്ടീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കോക്കനട്ടിന്റെ പോർഷൻ വരുമ്പം ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡ്സും അതിന്റെ ക്രോസസും കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്കിത് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് പല എക്സാംസിനും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ക്രോസസ്, ഹൈബ്രിഡ്സ്, അതിന്റെ ക്രോസസ് പഠിച്ചു വെക്കാം. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് കേരശ്രീ, ദറ്റ് ഈസ് WC2 ഇൻറ്റു മലയൻ യെല്ലോ ഡോർഫ് ആണ് കേരശ്രീ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കേരഗംഗ, കേരശങ്കര, കേര സൗഭാഗ്യം ഇതിന്റെയൊക്കെ ക്രോസസ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദറ്റ് ഈസ് കേരഗംഗ എന്ന് പറയുമ്പം ഗംഗ എന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഗംഗബന്ധം ഉണ്ടായിരിക്കും. കേര വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം തന്നെയും അതിന്റെ ഫസ്റ്റ് പേരന്റ് എന്തായിരിക്കും? ഫീമെയിൽ പേരന്റ് എന്ന് പറയുന്നത് WC2, വെസ്കോസ്റ്റോൾ ആയിരിക്കും. അപ്പം കേരഗംഗ എന്ന് പറയുമ്പോൾ എളുപ്പമാണ്. വെസ്കോസ്റ്റോൾ ഇൻറ്റു ഗംഗയുണ്ട്, സോ ഗംഗബന്ധം. WC2 ഗംഗബന്ധം എന്ന് പറയുന്നതാണ് കേരഗംഗ. ദെൻ കേരശങ്കര എന്ന് പറയുമ്പോൾ WC2 ഇൻറ്റു COD, ദറ്റ് ഈസ് വെസ്കോസ്റ്റോൾ ഇൻറ്റു COD, ചാവക്കോട് ഓറഞ്ച് ഡോർഫ്, അതാണ് കേരശങ്കര എന്ന് പറയുന്നത്. ദെൻ കേര സൗഭാഗ്യം എന്ന് പറയുമ്പോൾ WC2 ഇൻറ്റു SSA എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് സെറ്റിൽമെന്റ് അപ്രിക്കോട്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പക്ഷെ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം, നമ്മൾ SSA എന്ന് പറഞ്ഞാൽ മതി. ദറ്റ് ഈസ് കേര സൗഭാഗ്യ WC2 ഇൻറ്റു SSA, അതാണ് കേര സൗഭാഗ്യം. അപ്പൊ കേരഗംഗ എന്താണ്? WC2 ഇൻറ്റു ഗംഗബന്ധം, കേരശങ്കര WC2 ഇൻറ്റു COD, കേര സൗഭാഗ്യ WC2 ഇൻറ്റു SSA. ഓക്കെ, അപ്പൊ 3 ക്രോസസുമായി നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിരുന്നു? കേരശ്രീ, ദറ്റ് ഈസ് WC2 ഇൻറ്റു മലയൻ യെല്ലോ ഡോർഫ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ കോക്കനട്ടിന്റെ നിരവധി ഹൈബ്രിഡ്സ് ഉണ്ട്. ആ ഹൈബ്രിഡ്സിന്റെ ഒക്കെ ക്രോസ് നമുക്ക് POPയിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കോക്കനട്ടിന്റെ ഹൈബ്രിഡ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, കോമൺ ആയിട്ടുള്ള ഹൈബ്രിഡ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. D ഇൻറ്റു T ഇൻറ്റു D അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡ്സ് ഉണ്ട്. അതായത് ടോൾ ഇൻറ്റു ഡോർഫും ഡോർഫ് ഇൻറ്റു ടോളും. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ക്രോസസ് ഏതൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാൻ. അപ്പൊ നമുക്ക് ഇപ്പം കുറച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയി. അപ്പൊ അതിന്റെ റിലേറ്റഡ് കുറച്ചൊരു ഇൻഫർമേഷൻസ്, നമ്മൾ വേറെ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുറച്ചൊരു ഇൻഫർമേഷൻസ് ആയി. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒട്ടും തന്നെയും, അത് ഏത് എക്സാം ആയിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ പോകണം. കാരണം നമുക്ക് അതിൽ നിന്ന് ഏകദേശം ഒരു ധാരണ കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
നമ്മളൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ്, ഇപ്പം കോക്കനട്ടിൻ്റെ ഈ ഒരു ഹൈബ്രിഡ്സ്, കോക്കനട്ട് കൾട്ടിവേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഹൈബ്രിഡ്സ് അറിഞ്ഞിരിക്കണം, വെറൈറ്റീസ് അറിഞ്ഞിരിക്കണം. കാരണം എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഒക്കെ ആയിട്ട് കാണാം. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. തിയറി പോർഷൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.